മാഘത്തെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവങ്ങളുടെ പങ്കുവെപ്പും അടുത്ത മാഘം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ആശയങ്ങളുടെ പങ്കുവെപ്പുമാണ് വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഈ ഒരു യോഗത്തിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് അനുഗ്രഹ ഭാഷണത്തിൽ സത്സ്വരൂപാനന്ദ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെയും ദക്ഷിണ ഭാരതത്തിലെയും ഭാവിയിൽ ഉത്തരഭാരതത്തിലെയൊക്കെ അടക്കമുള്ള മുഴുവൻ പരമ്പരകളുടെയും സാന്നിധ്യം, അനുഗ്രഹപൂർണമായ സാന്നിധ്യം പൂർണ്ണമായിട്ടും തന്നെ ഇവിടെ ഉണ്ടാകണമെന്നാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഈ വർഷം മാഘം നടക്കുന്ന സമയത്ത്, അതായത് 2027 ഇതേ സമയത്ത് തന്നെയാണ് ഹരിദ്വാറിലെ അർദ്ധകുംഭമേള നടക്കുന്നതും പ്രയാഗ്രാജിൽ മാഘം നടക്കുന്നതും നാസിക്കിൽ പൂർണ്ണകുംഭമേള നടക്കുന്നത്. ഇതിൽ നാസിക്കിലെ പൂർണ്ണകുംഭമേളയുടെ പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങളൊക്കെ നമ്മുടെ മാഘത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് എങ്കിലും ഈ വർഷം ഒക്ടോബർ അവസാനം മുതൽ തന്നെ നാസിക് കുംഭമേള ആരംഭിക്കുകയുമാണ്. അപ്പം അതുകൊണ്ട് ഉത്തരഭാരതത്തിലെ അധികവും പരമ്പരകളൊക്കെ അവിടെ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഒരു എല്ലാ ഭാഗത്തു നിന്നുള്ളൊരു പ്രാതിനിധ്യമാണ് ഇത്തവണ ഉണ്ടാവുക. 28 തിരുനാവായിയെ സംബന്ധിച്ചിടത്തോളം 12 വർഷം കൂടുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം. സിംഹസ്ഥ എന്നാണ് അതിന് ആചാരപരമായിട്ട് പറയുക. വ്യാഴം സിംഹരാശിയിൽ, ചിങ്ങരാശിയിൽ വരുന്ന സമയം. സിംഹസ്ഥയുടെ തുടക്കത്തിലാണ്, അതായത് ഒരു വർഷമാണ് ഒരു രാശിയിൽ വ്യാഴം നിൽക്കുക. സിംഹസ്ഥയുടെ തുടക്കത്തിലാണ് നാസിക് കുംഭ്, സിംഹസ്ഥയുടെ അവസാനത്തിലാണ് ഉജ്ജയിൻ കുംഭ്. അപ്പം നാസിക് കുംഭിനും ഉജ്ജയിൻ കുംഭിനും ഇടയ്ക്കാണ് തിരുനാവായയിലെ സിംഹസ്ഥ മാഘം നടക്കുക. 28 ആ സിംഹസ്ഥയ്ക്കുള്ള മുന്നോടി കൂടിയാണ് ഈ 27 നമ്മൾ സംഘടിപ്പിക്കുന്ന മാഘമഹോത്സവം. 28 ആകുമ്പോഴേക്കും അതൊരു വലിയ പ്രചാരത്തിലേക്ക് എത്തും എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് വളരെ ചെറിയ ഒരു രീതിയിലാണ് കഴിഞ്ഞ തവണത്തെ മാഘമേളയെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. എങ്കിലും നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് അത് കേരളത്തിൻ്റെ ഹൈന്ദവ സമാജത്തിൻ്റെ ഒന്നാകെയുള്ള വലിയൊരു കൂടിച്ചേരലായി, ധർമ്മജാഗരണമായി മാറുകയുണ്ടായി. ഒരു നോട്ടീസ് പോലും ആ ഒരർത്ഥത്തിൽ തയ്യാറാക്കാൻ കഴിയാതെ ഏതാണ്ടൊരു 10-15 ദിവസത്തെ തയ്യാറെടുപ്പുകൾ മാത്രം. അതിൽ സർക്കാരിൻ്റെ വലിയ തരത്തിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ തടസ്സങ്ങളും നിസ്സഹകരണങ്ങളും ഒക്കെ നിലനിൽക്കെയാണത് നടന്നത്. അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്ന വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള എല്ലാ പരിമിതികളും ഇതിനിടയിലുണ്ടായിരുന്നു. അത്തരമൊരു വലിയ വിപുലമായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ട സംഘാടനമോ അല്ലെങ്കിൽ അത്തരം അതിൽ പങ്കെടുക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ആ പരിപാടികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മുൻകൂട്ടി ക്രമപ്പെടുത്തലോ ഒന്നും അതിനുണ്ടായിരുന്നില്ല. പുറമേക്കത് വളരെ ഭംഗിയായി കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു സംഘാടനം എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികളും പ്രയാസങ്ങളും ഒക്കെ നിലനിന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ മാഘം നടന്നുപോയത്. ഈ വർഷവും അതിനെയൊക്കെ പരിഹരിക്കാനും ഏറ്റവും ഭംഗിയാക്കാനും കഴിയും എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊരു പുറം സ്ഥലങ്ങളിലൊക്കെ, മറ്റുള്ള കുംഭമേളകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നൂറ്റാണ്ടുകളുടെ അനുഭവവും പരിചയവും ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമങ്ങളടക്കം അവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ യു പിയിലാണെങ്കിൽ യുണൈറ്റഡ് പ്രൊവിൻസസ് മേള ആക്ട് ഉണ്ട്. നാസിക് ഉജ്ജയിൻ മേളകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മധ്യഭാരത സിംഹസ്ഥ മേള ആക്ട് ഉണ്ട്.
അതിനനുസരിച്ചിട്ടുള്ള മേള അതോറിറ്റി ഉണ്ട്, മേള അധികാരിയുണ്ട്. എല്ലാ ആശ്രമങ്ങളും മഠങ്ങളും സന്യാസിമാരും എല്ലാം ചേരുന്ന ഒരു കോർഡിനേഷൻ എന്നുള്ള നിലയിൽ അഖില ഭാരതീയ അഖാഡ പരിഷത്താണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ മുന്നൊരുക്കം നടത്തുന്നതും. ഈ അഖാഡകൾ എന്ന് പറയുന്നത് നമുക്ക് ദക്ഷിണ ഭാരതത്തിൽ അങ്ങനെ ഒരു പരിചിതമല്ലെങ്കിലും എല്ലാ സന്യാസിമാരെയും എല്ലാ മഠങ്ങളെയും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ്. കേരളത്തിൽ ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങളിൽ പലപ്പോഴും അവർക്ക് പോലും തിരിച്ചറിയുന്നുണ്ടാവില്ലെങ്കിൽ പോലും എല്ലാ ആശ്രമങ്ങളും അഖാഡകളുടെ ഭാഗം തന്നെയാണ്, അതിൻ്റെ പരമ്പരയനുസരിച്ച്, പൂർവികമായിട്ടുള്ള പരമ്പരയനുസരിച്ച്. അങ്ങനെ ആ പരമ്പരകളുടെ തുടർച്ചയായിട്ട് തന്നെയാണ് കഴിഞ്ഞ വർഷവും അഖാഡ ഉത്തരഭാരതത്തിൽ നിന്ന് ധാരാളം സന്യാസിമാർ മാഘത്തിന് എത്തിച്ചേർന്നു. അപ്പോൾ കഴിയുന്നത്ര ഒരു കുറവുകൾ പരിഹരിച്ചുകൊണ്ടും ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ജനസഞ്ചയത്തെ കുറേയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടും കഴിയുന്നത്ര കാര്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിച്ചുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകണം ഇത്തവണ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആലോചനാ യോഗം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കിയവരോ ചിലപ്പോൾ അനുഭവിച്ചവരോ ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്ന പല ആളുകളും ഒക്കെ തന്നെ. ആ പരിമിതികളെയൊക്കെ നമുക്ക് എങ്ങനെ മാറ്റി തീർക്കാം, അതിനനുസരിച്ചിട്ടുള്ളൊരു സംവിധാനങ്ങൾ നമുക്ക് എങ്ങനെ ഒരുക്കാം, പിന്നെ വിപുലമായിട്ടുള്ളൊരു സംഘാടന സംവിധാനം, പല മേഖലകളിൽ നിന്നുള്ള എല്ലാവരുടെയും പങ്കാളിത്തം, ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള തലത്തിൽ ഒരു ചെറിയൊരു ചർച്ച, ആ ചർച്ചയെ ക്രോഡീകരിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ കുറിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യോഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണ ഭാരതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആധ്യാത്മിക സംഗമവും ധാർമ്മിക ജാഗരണവും എന്നുള്ള നിലയിൽ ഈ വർഷം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടി ഒരു വിപുലമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള സംഘാടന സംവിധാനം ഉണ്ടാകണം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ പെട്ടെന്നുണ്ടായിരുന്നൊരു കാര്യമാണ്, നമ്മൾ തന്നെ എല്ലാവർക്കും അറിയാനും നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയൊരു കാര്യം ഇവിടെ ഭംഗിയായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ മാഘത്തിൻ്റെ സമയത്ത് ഇവിടെ അത്രയും തിരക്കിനിടയിൽ തന്നെ ഉണ്ടായ മറ്റുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ പത്രവാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നും അതിനെ തുടർന്ന് മഞ്ചേരി ഭാഗത്തൊക്കെ അതിൻ്റെ റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അധികൃതരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ഇത് ഭംഗിയായിട്ട് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ഉത്സവാന്തരീക്ഷം എന്നുള്ളതിലുപരിയായിട്ട് ഒരു ധർമ്മയുദ്ധത്തിൻ്റെ ഭൂമിയിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഗൗരവവും നമ്മുടെ ഭാവിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2028 സിംഹസ്ഥമാഘം കഴിഞ്ഞാൽ 2009 സാധാരണ മാഘമഹോത്സവത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ സംവിധാനം ഇത് കൃത്യമായും ഭംഗിയായും കാലങ്ങളോളം പൗരാണികമായ കാലത്ത് നടന്നു വന്നിരുന്നത് പോലെ മുടക്കമില്ലാതെ ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം രൂപപ്പെട്ടു വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷവും നമുക്ക് അനുഭവങ്ങളുടെയും പരിചയങ്ങളുടെയും ഒക്കെ കുറവുകൾ ഉണ്ടാവാം. അടുത്ത വർഷം കൂടുതൽ വിപുലമായി വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പരിമിതികളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു 29 കൂടിയിട്ട് 2-3 വർഷം കൊണ്ടാണ് ഇത്തരം വിപുലമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഏതാണ്ട് ഒന്ന് ക്രമീകരിക്കപ്പെട്ട് വരിക. അപ്പം അതിനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ 2027 നടക്കുന്ന മാഘം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അപ്പം അത് മാഘമാസം ആണ് ഈ മാഘ ആചരണവുമായിട്ട് നടക്കുക. തിരുനാവായയിലും പ്രയാഗിലുമാണ് അത് നടക്കുന്നത്. ഇത്തവണ ഇവിടെ മാഘാചരണം നമ്മൾ നിശ്ചയിക്കുന്നത് മകരസംക്രമം തൊട്ട് ശിവരാത്രി വരെയുള്ള ദിവസങ്ങളായിട്ടാണ്. അത് 2 തരത്തിൽ, അതായത് പൂർണിമാന്തമായിട്ടും അമാന്തമായിട്ടും 2 തരത്തിൽ മാഘത്തെ ആളുകൾ കണക്കാക്കുന്നുണ്ട്. അതിനെ രണ്ടിനെയും കൂടി ചേർത്ത് 2 പരമ്പരകൾക്കും ആ 2 തരത്തിൽ ആചരിക്കുന്ന പരമ്പരകൾക്ക്, അതായത് പൗർണമിയിൽ അവസാനിക്കുന്നതായിട്ടും അമാവാസിയിൽ അവസാനിക്കുന്നതായിട്ടും അങ്ങനെ 2 തരത്തിലാണ് മാഘത്തെ
പല പരമ്പരകൾ കണക്കാക്കുക. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടി ചേർത്തുകൊണ്ട് എല്ലാവർക്കും പങ്കാളികളാകാവുന്ന തരത്തിൽ ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യക്രമമായിട്ട്, അപ്പോൾ ആ കാര്യക്രമത്തിലെ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എല്ലാവർക്കും പങ്കാളിത്തവും അതുപോലെ ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് അവരുടെയൊക്കെ അറിയിപ്പുകളും അവരുടെയൊക്കെ തയ്യാറെടുപ്പുകളും അനുസരിച്ച് ഒരു ഫൈനൽ ഷെഡ്യൂള് നമുക്ക് പിന്നീട് തയ്യാറാക്കാൻ കഴിയുള്ളൂ. എല്ലാവരുമായിട്ടും നമ്മൾ ബന്ധപ്പെട്ടും എന്ത് ചെയ്യാൻ കഴിയും, എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. പക്ഷെ ഏതാണ്ട് ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഈ മകരസംക്രമം തൊട്ട് ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഇത്തവണത്തെ മാഘമഹോത്സവം. അതിൽ മാഘമാസത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു മാഘാചരണം എന്നുള്ള രീതിയിലാണ്. അപ്പം അതിൽ ഇത്തവണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട സന്യാസി ശ്രേഷ്ഠർ, ഇപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ അഖാഡയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ ആയോജനം എന്നുള്ള നിലയിൽ 13 അഖാഡകളുടെയും ആചാര്യ മഹാമണ്ഡലേശ്വർമാർ പിന്നെ ശങ്കരാചാര്യന്മാർ ഇവരെല്ലാവരും ഇത്തവണത്തെ മാഘത്തിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. നാഗ സന്യാസി അഖാഡകളുടെയും വൈരാഗ്യ അഖാഡകളുടെയും ഉദാസീന അഖാഡകളുടെയും ഒക്കെ രമതാ പഞ്ച് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇവിടെ മാഘമാസത്തിൽ അവരുടെ സാന്നിധ്യം ചെയ്ത് അനുഗ്രഹിക്കും. അപ്പോൾ ഇനി ഓരോരുത്തർക്കും അതിൻ്റെ പ്രത്യേകിച്ച് സംഘടനകൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറേ പേരെയൊക്കെ നമുക്ക് നേരിട്ട് അറിയുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവരവരുടെ ദേശത്ത് സംഘടിപ്പിച്ചും ദീർഘകാലമായിട്ട് സംഘടിപ്പിച്ചും ആധ്യാത്മിക കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടുമൊക്കെ പ്രവർത്തന പരിചയമുള്ള ആളുകളാണ്. അപ്പം എല്ലാവരുടെയും ഒരു പങ്കാളിത്തം, ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് വെല്ലുവിളികളും ധാരാളമുണ്ട്. ആ വെല്ലുവിളികളെ കൂടി മറികടന്നുകൊണ്ട് ഇത്തവണ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ വർഷത്തെ കുറവുകളെ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം, എങ്ങനെയൊക്കെ കൂടുതൽ മികച്ചതാക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതെല്ലാം കഴിയുന്നത്ര ആളുകൾ പങ്കുവയ്ക്കുക. അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് വിപുലമായിട്ടുള്ള ഒരു സംഘാടക സമിതിയൊക്കെ അധികം വൈകാതെ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.